ഇന്ന് പ്ലേറ്റിൽ വിളമ്പിയിരിക്കുന്നത് ഒരു കിടിലൻ നെയ്മീൻ ബിരിയാണിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയിട്ട് വരാം. ഇതിനായി നമുക്ക് ആദ്യം റൈസ് റെഡിയാക്കാം. അതിനായി കുറച്ച് ഗീ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിയാമ്പു, പട്ട, ഏലക്ക ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം, കുരുമുളക്. അപ്പോൾ നമ്മുടെ മസാല ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റൈസാണിത്. റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിച്ച് വെള്ളം മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കായി നമുക്ക് ഇതിനകത്ത്. ഇപ്പോൾ റൈസ് ഒന്ന് ഫ്രൈ ആയി വിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ്സിന് ഒരു 2.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യണത്. ചൂടുവെള്ളമാണ് യൂസ് ചെയ്യണത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, കല്ലുപ്പാണ് ഇടുന്നത്. പാകത്തിന് ഉപ്പും ഇത് റൈസ് വിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ടർമറിക് പൗഡർ, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി നമുക്ക് ആഡ് ചെയ്യാം. അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ മസാല നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നെയ്മീനാണ് എടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് എല്ലാം മസാല പുരട്ടി വെക്കാം. മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാതെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിങ്ങി തണുക്കാൻ വെക്കാം. അതിനിടയിൽ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ. മീൻ ഒരുവിധം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഫിഷ് നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാൻ ഇതെല്ലാം. സെയിം പാനിലേക്ക് നമുക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി ചതച്ചതാണ്, അതുകൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. നമ്മുടെ സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ കുറച്ച് കേർഡ്. ഇതിനകത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഫിഷ് ഒരേന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബോൾഡ് റൈസ് പതുക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് മഞ്ഞൾ ഇത്തിരി മിൽക്കിലിട്ട് വെച്ചതാണ്, അതും കുറച്ച് കളറിന് വേണ്ടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ഗമഗമ സ്മെല്ലൊക്കെ വരുന്നുണ്ട്.